ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ആയിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറില്ല കേട്ടോ. ഏകദേശം ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് ഛർദിയും ക്ഷീണവും വയ്യാകിയൊക്കെ ആയിട്ട് ആകെ ഇടങ്ങാറായിരുന്നു കേട്ടോ. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ, മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു 3 മന്ത് മുന്നേ ഉള്ളൊരു വീഡിയോ കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ അവൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവളൊന്ന് കാണാൻ പോകാണ്ട് ഞാനും വിസ്മയും കൂടി പോണതിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മൾ ഫാഷൻ ഫ്രൂട്ട് നമ്മുടെ വീട്ടിലുണ്ടായതാട്ടോ. അപ്പോൾ അവൾക്ക് വേണം പറഞ്ഞിട്ട് അതാട്ടോ ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകണം. അപ്പോൾ ബസ്സിൽ കയറി കോട്ടായി എത്തിയിട്ടോ. കോട്ടായിൽ ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ ആദ്യം ഫ്രൂട്ട്സ് മേടിക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. അപ്പോൾ അവൾ പറഞ്ഞു ഫ്രൂട്ട്സൊന്നും മേടിക്കണ്ട, ഒക്കെ ഇവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കേക്കാട്ടോ മേടിക്കുക. അപ്പോൾ മംറ്റൂബിൻ്റെ ഒരു സ്റ്റിക്കും മേടിച്ചു കേട്ടോ അതിൽ ഫിറ്റാക്കാൻ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ബസ്സൊക്കെ വന്നു, നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോവാം കേട്ടോ. നമ്മൾ ആരാധനൻ്റെ വീട്ടിലേക്കാട്ടോ പോകണം. ഹാനിയില്ല, ഹാനി ഉമ്മയുടെ കൂടെ താത്തായുടെ വീട്ടിലേക്ക് പോയിക്കായിരുന്നു കേട്ടോ. അപ്പം ഷെയ്ക്കുമ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വീഡിയോസൊക്കെ കുറേ ആയി എഡിറ്റ് ചെയ്യണം വിചാരിച്ചിട്ട് പറ്റിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവളുടെ വീട്ടിൽ കുറച്ച് ഉള്ളിക്കാട്ടോ. അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത ശേഷം കേട്ടോ നമുക്ക് ഓട്ടോ കിട്ടി. അപ്പം ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെയ്ക്കുമ്പോൾ ഭയങ്കര വാശി കേട്ടോ. ആൾക്ക് ഉറക്കം വന്നിട്ടും ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര ഇടങ്ങാറായിരുന്നു. അപ്പം നമ്മൾ അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഏട്ടൻ ഊട്ടിക്ക് അവിടേക്ക് പോയപ്പോൾ ഈ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ തന്നു. പിന്നെ ഓറിയോയുടെ ഷേക്ക് കടിച്ച് തന്നു കേട്ടോ. അപ്പോൾ വിസ്മയ അവിടെ എന്തൊക്കെയോ കഴിക്കുകയാണ്. ഞാനപ്പോൾ ആളിനെ വീഡിയോ എടുത്തപ്പോൾ ഈ പെണ്ണിന് വേറെ പണിയില്ലേ, ഏത് നേരം വീഡിയോ എടുക്കുക തന്നെ പറയാം കേട്ടോ. പിന്നെ അവളുടെ കസിൻ്റെ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷെയ്ഖാനെ അവർക്ക് കളിപ്പിക്കുകയാണ്. ഷെയ്ഖുമ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ടോ അവിടെ എത്തിയപ്പോൾ. പിന്നെ ആരാധനയുടെ കലാവിരുദ്ധലാണ് കേട്ടോ. അവൾ നന്നായി ഡ്രോയിങ് ചെയ്തിട്ടോ, നല്ല രസമാണ്, നന്നായി പിക്ചേഴ്സൊക്കെ വരയ്ക്കും. അപ്പോൾ അവൾ ചുമരിൽ അവളുടെ ഇതാട്ടോ ആക്കിക്കണ്, നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്താട്ടാ. അപ്പോൾ അവളുടെ മേമയുടെ ആ കുട്ടി ഷെയ്ഖമോളിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് കളിപ്പിക്കുക കേട്ടോ. ഷെയ്ഖമോളും ഭയങ്കര ഹാപ്പിയാണ്. ഷെയ്ഖാക്ക് ഹാനിയാന് എന്തെങ്കിലുമൊക്കെ കുറുമ്പ് കാട്ടിയാലും ബാക്കിയുള്ള കുട്ടികളെ കണ്ട ഹാനിയാക്കും അതുപോലെ തന്നെ അങ്ങനെ നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ ഷെയ്ഖമോൾ ഇവിടെ മിണ്ടാണ്ട് ഇന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോട്ട് ഉച്ചക്കത്തെ കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അവൾ മന്തി ഓർഡർ ആക്കാൻ കുറേ കഷ്ടപ്പെട്ടുവിട്ടു. പക്ഷെ അവൾക്ക് ഓൺലൈനായിട്ട് ആക്കാൻ കിട്ടാണ്ട് പിന്നെ ചോറും അവിടെ ഉള്ളതിനായിട്ട് നമ്മൾ കഴിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഷെയ്ഖാനൊക്കെ ഒന്ന് ഉറക്കി അവളും എണീറ്റു കേട്ടോ. പിന്നെ അവളുടെ അമ്മ ജോലിക്ക് പോയി വരുമ്പോൾ പപ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി കേക്ക് അത് നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കിയത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ട് മുറിക്കാൻ വിചാരിച്ചിട്ട്. പിന്നെ അവളുടെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഷെയ്ഖാക്ക് അവളുടെ അമ്മക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഡയറി മിൽക്ക് കേട്ടോ, കേക്ക് വയലാണ്. അപ്പോൾ അവൾ അതൊക്കെ വെച്ച് ഡ്രസ്സിലൊക്കെ വാരി തേച്ചിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ കേക്ക്. നമ്മൾ പിന്നെ കേക്കിലൊന്നും എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അതിൽ സ്റ്റിക്ക് വെച്ചിട്ടാക്കാന്നൊക്കെ വിചാരിച്ച്. ഷെയ്ഖയുടെ കയ്യിലെന്താ പിന്നെ നമ്മൾ കേക്ക് കട്ടാക്കണ മുന്നായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ അവൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ട് ഓരോ പോസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഡെലിവറി കഴിഞ്ഞു, ബേബി ബോയ് ആണ്. അപ്പോൾ കുട്ടിക്ക് 90 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വീഡിയോ ഇടുന്നത്, കാരണം ഒരു 5 മന്ത് ഒക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം കേട്ടോ. കാരണം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പോയ ദിവസം തന്നെ. പിന്നെ ഇത് പോയി വന്ന് 3ാമത്തെ ദിവസം കേട്ടോ എനിക്ക് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞ്. പോകുമ്പോൾ കുറച്ച് ക്ഷീണവും വയ്യാകൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ബ്ലഡ് കുറവായിരിക്കും അങ്ങനെ വിചാരിച്ചു. പിന്നെ നമ്മൾ ആദ്യം പ്രഗ്നൻസി കാർഡ് മേടിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഉണ്ടായി. പിന്നെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കട്ടോ. നമ്മൾ പോയത് മുതലാക്കി പറഞ്ഞ പോലെ കുറേ വീഡിയോസ് എടുത്ത് അതിൽ വിസ്മയ കണ്ടോ ഓരോ പോസ് ചെയ്യും കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ചെടികളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കുറേ പിന്നെ ഷെയ്ഖമോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് ചോക്ലേറ്റ് ഡ്രസ്സിൽ മേലൊക്കെ ആക്കിയപ്പോൾ ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ആളിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഫ്ലവേഴ്സൊക്കെ കിട്ടിയപ്പോൾ ഹാപ്പിയായി. പിന്നെ നിലത്ത് വിട്ടപ്പോൾ പിന്നെ ആൾ ഓടാൻ തുടങ്ങി കേട്ടോ. കൊടുക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഷെയ്ഖമോൾ അവൾക്ക് വേണ്ടത് അവളെൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ആരും എനിക്കുള്ളത് ആരും തരണ്ടെന്നുള്ളതിൽ. അപ്പോൾ അവൾ അമ്മയ്ക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെയ്ഖമോൾ അവൾക്ക് വേണ്ടതാക്കി കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം തന്നെ ഇരുന്നോളൂ കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ പോയി കേട്ടോ. പിന്നെ ഇവരുടെ വീട് കുറച്ച് ഉള്ളിലേക്കായതുകൊണ്ട് നമുക്ക് ബസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഒരുപാട് നേരം വൈകിയ വീടെത്താൻ
കിട്ടാണ്ട് നമ്മൾ പിന്നെ കോട്ടായി വഴിക്ക് ബസ്സിലൊന്നും പോയില്ല കേട്ടോ. പിന്നെ അവളുടെ അച്ഛൻ വന്നപ്പോൾ നമുക്ക് ഓട്ടോ വിളിച്ചു തന്നു. അവളുടെ അച്ഛൻ തന്നെ ഓട്ടോയുടെ പൈസയും കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഓട്ടോക്ക് വന്നു, നമ്മൾ കയറിയിട്ടില്ല കേട്ടോ, ഓട്ടോ വരുന്നുള്ളൂ. അതിന് മുന്നായിട്ട് നായിനെ കണ്ടപ്പോൾ ഷിയാക്ക് നല്ല സന്തോഷം കേട്ടോ, ബോബു ബോബു പറയും. അപ്പോൾ ഇതാ നമ്മളിവിടെ വെയിറ്റ് ആക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് പോകാൻ സമയമായി ഗേസ്, ഓട്ടോ വന്നിട്ട് നമ്മൾ പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമായിട്ട് എന്താ വെച്ചിട്ടാൽ കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ നല്ലൊരു സന്തോഷം. അപ്പോൾ ഇതാ വിസ്മയ ഷെയ്ഖമോളിനെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ഇവിടെ നിന്ന് അടുത്ത അവളുടെ വീട്, അവൾ എനിക്ക് വേണ്ടിയിട്ട് അവിടെ എനിക്ക് തുണക്ക് വേണ്ടിയിട്ട് കേട്ടോ അവൾ അത്രയും ബുദ്ധിമുട്ടി എന്നെ വീട്ടിലേക്ക് വന്നിട്ട് കൂട്ടാൻ വന്നത്. കാരണം ഞാൻ കുട്ടീനെ എടുത്തിട്ട് വരണ്ടേന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കേട്ടോ അവൾ അത്രയും ബുദ്ധിമുട്ടി വന്നത്. കാരണം അവൾക്ക് ഇവിടേക്ക് വരികയാണെങ്കിൽ നടന്ന് വരാനുള്ള ദൂരമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ ചുറ്റി വളഞ്ഞിട്ടാട്ടോ വന്ന്. അങ്ങനെ വിസ്മയുടെ സ്റ്റോപ്പ് എത്തിയപ്പോൾ ആളിറങ്ങിയിട്ട് പിന്നെ എന്താ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മണിയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു വഴി കൂടെയാണ് പോണത്, ടൗണിൽ കൂടെ അല്ല, ഒരു ഉള്ളിൽ കൂടെ ഉള്ള വഴിയായതുകൊണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് എടുത്തു കേട്ടോ. കാരണം ടൗണിൽ കൂടെ അല്ല, ബസ്സിലും അല്ലാത്തതുകൊണ്ട് വേഗം എത്തി. അല്ലെങ്കിൽ നല്ല വൈകിനെ കണ്ട തിരുവത്തപ്പള്ളിൻ്റെ അതിനൊക്കെ ആട്ടോ പോകണം. അപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ ഷെയ്യും കൂടി ഇങ്ങനെ പോകാം കേട്ടോ. ഹാനി ഉണ്ടായിരുന്നില്ല, അവളില്ലാത്തതുകൊണ്ട് മിസ്സിങ് ആയിരുന്നു കേട്ടോ. അവരെ കണ്ടിട്ട് ചോദിച്ചു ഹാനി എവിടെ, ഹാനി എവിടെ, കാരണം എപ്പോൾ പോകുമ്പോൾ ഷെയ്ഖാനെ കൊണ്ടുപോകും കേട്ടോ. കാരണം ഹാനി കുറച്ച് കുറുമ്പുള്ളതുകൊണ്ട് അവളെയും കൊണ്ട് പോയല്ല. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് നമ്മുടെ ഉമ്മയുടെ വീട്ടിലെ ഒരു ഗെറ്റ് ടുഗെദർ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.